ഹലോ നമസ്കാരം. PSC ഫോർസെറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിമിനറിക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് പോകാതെ നോക്കാം. 20 ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് ആര്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് ആര്? പ്രഫുല്ല ചന്ദ്ര റേ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആര്? സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആര്? CR ദാസ്. സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ CR ദാസ്. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന കേഴ്സൺ പ്രഭുവിനെ വിളിച്ചത് ആര്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് കേഴ്സൺ പ്രഭുവിനെ വിളിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സൂറത്ത് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. അടുത്തത്, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത്. മലബാറിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം വഹിച്ച വ്യക്തി ആര്? KP കേശവമേനോൻ. മലബാറിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം വഹിച്ച വ്യക്തി ആര്? KP കേശവമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? കേശവ് ചന്ദ്ര സെൻ. ഇന്ത്യൻ റീഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? കേശവ് ചന്ദ്ര സെൻ. അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആനന്ദ മോഹൻ ബോസ്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് രാജാറാം മോഹൻ റോയ്. അടുത്തത്, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തി VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. തത്വബോധിനി പത്രിക ആരംഭിച്ചത് ആര്? ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി പത്രിക ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിൽ പ്രാർത്ഥനാ സമാജ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ആര്? വീരേശലിംഗം. ദക്ഷിണേന്ത്യയിൽ പ്രാർത്ഥനാ സമാജ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ആര്? വീരേശലിംഗം. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കിയത് എന്ന്? 1904. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി നിയമം പാസാക്കിയത് 1904. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏത്? മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ്. സെർച്ച് ഫോർ ട്രൂത്ത് ആരുടെ ആത്മകഥയാണ്? S. രാധാകൃഷ്ണൻ. S. രാധാകൃഷ്ണൻ്റെ ആത്മകഥയാണ് സെർച്ച് ഫോർ ട്രൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം? ബ്രസൽസ്. ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം. അടുത്തത്, ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെട്ടിരിക്കുന്ന പട്ടിക ഏത്? 20. 20ാമത്തെ പട്ടികയിലാണ് ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243K. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243K.
ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നോക്കി വെക്കുക, എല്ലാവരും മറക്കാതെ പഠിച്ചിരിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.